ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ ട്രെയിൻ ശൃംഖലകളിലൊന്നായ ഇന്ത്യൻ റെയിൽവേയിൽ പ്രതിദിനം 2.3 കോടി ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ബജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ട്രെയിൻ യാത്രകളെ ജനപ്രിയമാക്കുന്നത്. പക്ഷേ ടിക്കറ്റ് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ് ട്രെയിൻ യാത്രകളിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് കരുതി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര മുടങ്ങിയ അനുഭവം മിക്കവർക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും നൽകണമെന്ന് വിചാരിച്ചാലോ, മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് വിചാരിച്ചാലോ നടക്കില്ല എന്നായിരിക്കും മിക്കവരുടെയും ഉത്തരം. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിലെല്ലാം നീക്കുപോക്കുണ്ടാക്കാൻ സാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ റെയിൽവേ കൈക്കൊണ്ടിട്ട് കുറച്ചായി. വാർത്ത പുതിയതൊന്നുമല്ല, പക്ഷേ ഏറെ സഹായകരമായ ഈ പരിഷ്കാരത്തെക്കുറിച്ച് അധികം കേട്ടുകേൾവിയില്ല എന്നതുകൊണ്ടാണ് ഇൻഡത്ത് ഇന്ന് അതേക്കുറിച്ച് സംസാരിക്കുന്നത്. സ്വാഗതം. കുറെ കഷ്ടപ്പെട്ട ദൂരയാത്രയ്ക്കോ മറ്റോ ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്ത ശേഷമാകും പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങുന്നത്. നമുക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകാം. മറ്റു ചിലപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കേണ്ടിയും വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുക. റെയിൽവേ നിഷ്കർഷിക്കുന്ന ചില നിബന്ധനകൾ പാലിച്ചാൽ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ പേര് മാറ്റാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അടുത്ത കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും മാത്രമേ ടിക്കറ്റ് കൈമാറാനാകൂ. അത് മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, മക്കളാകാം, പങ്കാളിയുമാകാം. റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നെടുക്കുന്ന ടിക്കറ്റുകളിലെ ഈ മാറ്റങ്ങളൊക്കെ നടക്കൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും പേര് മാറ്റാനുള്ള അപേക്ഷ റിസർവേഷൻ കൗണ്ടറിൽ നൽകണമെന്നാണ് ചട്ടം. അതിനായി പേര് മാറ്റാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് രേഖാമൂലമുള്ള അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് അയാളുടെയും ടിക്കറ്റ് ഉടമയുടെയും ഫോട്ടോ, തിരിച്ചറിയൽ രേഖയും അപേക്ഷയ്ക്കൊപ്പം നൽകണം. ഒരു ടിക്കറ്റിൽ ഒരിക്കൽ മാത്രമേ പേര് മാറ്റാൻ അനുവാദമുള്ളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം അവസാന നിമിഷത്തിൽ യാത്ര ചെയ്യാനാകാതെ കുടുങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് ഈ ഒരു മാറ്റം. എന്നാൽ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലോ RAC സ്റ്റാറ്റസിലോ ആണെങ്കിൽ പേര് മാറ്റാൻ കഴിയില്ല എന്നതും പ്രത്യേകം ഓർക്കണം. ആദ്യം പറഞ്ഞതുപോലെ പേര് മാത്രമല്ല, വേണമെങ്കിൽ യാത്ര ചെയ്യുന്ന തീയതിയും മാറ്റാനാകും. ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടായി വിചാരിച്ച ദിവസം യാത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു ദിവസം വേണമെങ്കിലും പോകാൻ സാധിക്കുമെന്ന് ചുരുക്കം. എന്നാൽ ഇന്ന് വൈകിട്ട് പോകേണ്ടതിന് രാവിലെ പോയി തീയതി മാറ്റണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിന് മുൻപെങ്കിലും റിസർവേഷൻ കൗണ്ടറിൽ എത്തിയാൽ മാത്രമാണ് ഡേറ്റ് മാറ്റാൻ കഴിയൂ. ഒറിജിനൽ ടിക്കറ്റും കൂടെ ഡേറ്റ് മാറ്റാനുള്ള അപേക്ഷയും നൽകണം. ശേഷം യാത്ര ചെയ്യാനുള്ള പുതിയ ഡേറ്റ് നൽകുക. കൺഫേംഡ് അല്ലെങ്കിൽ RAC ടിക്കറ്റുകൾക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. കൂടാതെ പുതുക്കി നൽകുന്ന തീയതിയിൽ സീറ്റ് ലഭ്യത ഉണ്ടോ എന്നതും മാറ്റിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെ ബാധിക്കും.